അടുത്തതായിട്ട് വരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കാണ്. നെറ്റ്വർക്കും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു സെറ്റ് ഓഫ് ഡിവൈസ് ഒരു കോമൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ലിങ്കിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു നെറ്റ്വർക്കായിട്ട് പറയാൻ പറ്റും. ഇതിൽ സെറ്റ് ഓഫ് ഡിവൈസിനെ നമുക്ക് നോഡായിട്ടും പറയാൻ പറ്റും. ഒരു നോഡ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറോ പ്രിൻ്ററോ അതല്ല എങ്കിൽ ഈ പറഞ്ഞ കമ്പ്യൂട്ടറിനോ പ്രിൻ്ററിനൊക്കെ വരുന്ന ഡാറ്റ റിസീവ് ചെയ്യാനോ അല്ലെങ്കിൽ സെൻഡ് ചെയ്യാനോ ക്യാപ്പബിൾ ആയിട്ടുള്ള ഡിവൈസോ ആവാം. ഒരുവിധം നെറ്റ്വർക്ക്സ് എല്ലാം ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോസസ്സിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിലെന്ന് പറഞ്ഞാൽ കുറേ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഇടയിൽ ഒരു ടാസ്കിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഇത്രയും ആലോചിച്ചാൽ മതി. നിങ്ങളിപ്പോൾ ഒരു ബാങ്കിൽ പോണ്, ആ ബാങ്കിൽ മൊത്തത്തിൽ ഒരേ ഒരു കമ്പ്യൂട്ടറേ ഉള്ളൂ അവിടുത്തെ കാര്യങ്ങൾ ചെയ്യാനെങ്കിൽ നമുക്ക് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതേസമയം നമ്മളുടെ റിയൽ വേൾഡ് ബാങ്കുകളിലൊക്കെ ഒന്നിൽ കൂടുതൽ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ കൗണ്ടറിൽ പോകുമ്പോൾ നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനോ ഒക്കെ പെട്ടെന്ന് തന്നെ ഒരുവിധം സ്പീഡിൽ ചെയ്തു പോരാൻ പറ്റും. ആ ഒരു ഡിഫറൻസാണ് നെറ്റ്വർക്കിൽ ഈ ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോസസ്സിങ് യൂസ് ചെയ്യണ നേരത്ത് ഉണ്ടാവുന്ന ആ ഒരു ഡിഫറൻസ്. അതായത് ഒരൊറ്റ സിസ്റ്റമാണ് എല്ലാം ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ആ ഒരു സിസ്റ്റം ഡൗൺ ആയി പോയാൽ പിന്നെ വേറൊന്നും വർക്ക് ആവത്തില്ല. അതേസമയം സ്പ്ലിറ്റ് ചെയ്താണ് വർക്ക് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരെണ്ണം പോയാലും ബാക്കിയുള്ളത് വെച്ചിട്ട് നമുക്ക് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് വരുന്നത് നെറ്റ്വർക്ക് ക്രൈറ്റീരിയ ആണ്. അതായത് നമ്മളുടെ ഒരു നെറ്റ്വർക്ക് കുറച്ച് ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയാസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പെർഫോമൻസ്, റിലയബിലിറ്റി, പിന്നെ സെക്യൂരിറ്റി. ഇതിൽ പെർഫോമൻസ് എങ്ങനെയാണ് എന്നുള്ളത് ആദ്യം നോക്കാം. പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 പാരാമീറ്റേഴ്സാണ് നോക്കുന്നത്. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ട്രാൻസിറ്റ് ടൈമും രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ റെസ്പോൺസ് ടൈമും. ട്രാൻസിറ്റ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മെസ്സേജ് ഒരു ഡിവൈസിൽ നിന്ന് അടുത്ത ഡിവൈസിലേക്ക് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയത്തെയാണ്. റെസ്പോൺസ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കാര്യം ചോദിച്ചിട്ട് അതിൻ്റെ റെസ്പോൺസ് തിരിച്ചു കിട്ടാൻ എടുക്കുന്ന ആ ഒരു ടൈമിനെയാണ് റെസ്പോൺസ് ടൈമും കൊണ്ട് അവർ മെഷർ ചെയ്യാൻ നോക്കുന്നത്. ഒരു നെറ്റ്വർക്കിൻ്റെ പെർഫോമൻസ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സും കൂടെ ഉണ്ട്. അതായത് ഇപ്പോൾ ആ ഒരു നെറ്റ്വർക്കിൽ ഒരുപാട് യൂസേഴ്സ് കയറിയിട്ടുണ്ട് എങ്കിൽ ചിലപ്പോൾ ആ നെറ്റ്വർക്കിൻ്റെ പെർഫോമൻസ് ഡിഗ്രേഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ആ ഒരു നെറ്റ്വർക്കിൻ്റെ യൂസ് ചെയ്തിട്ടുള്ള ട്രാൻസ്മിഷൻ മീഡിയം അതിൻ്റെ ക്വാളിറ്റി കുറവാണെങ്കിലും പെർഫോമൻസ് വീക്ക് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ സിമിലറായിട്ട് നമുക്ക് ഹാർഡ്വെയറും അതുപോലെ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർസിൻ്റെയും ഫ്ലോസ് അനുസരിച്ചിട്ട് പെർഫോമൻസ് വീക്കാവും. രണ്ടാമത് വരുന്നത് റിലയബിലിറ്റിയാണ്. റിലയബിലിറ്റി എങ്ങനെയാണ് മെഷർ ചെയ്യണമെന്ന് വെച്ചാൽ ഫെയിലിയർ ആവാനുള്ള ഒക്കറൻസ് അല്ലെങ്കിൽ ഫ്രീക്വൻസി ബേസ് ചെയ്തിട്ടാണ് നെറ്റ്വർക്കിൻ്റെ റിലയബിലിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത്. അത് 2 രീതിക്കാണ് മെഷർ ആവുന്നത്. ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫെയിലിയർ ആയാൽ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ എടുക്കുന്ന സമയം അത് വെച്ചിട്ട് റിലയബിലിറ്റി മെഷർ ചെയ്യാൻ പറ്റും. അതല്ല എങ്കിൽ ഇപ്പോൾ പെട്ടെന്നൊരു കാറ്റാസ്ട്രോഫിക് ആയിട്ടുള്ള ഇഷ്യൂസ് വരികയാണെങ്കിൽ, അതായത് ഒരു ലാൻഡ് സ്ലൈഡോ അതല്ലെങ്കിൽ എർത്ത് ക്യൂക്കോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾക്ക് ആ നെറ്റ്വർക്ക് എത്രത്തോളം റിലൈ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആ നെറ്റ്വർക്ക് എത്രത്തോളം അപ്പായിട്ട് നിൽക്കും എന്നുള്ളത് ബേസ് ചെയ്തിട്ട് നമുക്ക് റിലയബിലിറ്റി മെഷർ ചെയ്യാൻ പറ്റും. ഇതിന് പറ്റിയൊരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രളയമൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ 2018 കാലഘട്ടങ്ങളിൽ. അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ജിയോ ഒക്കെ ആയിരുന്നു ഏറ്റവും ആദ്യം കട്ടായി പോയത് ഞങ്ങളുടെ അവിടെയൊക്കെ. BSNL ഏറ്റവും അവസാനം വരെ നിൽക്കുകയും ചെയ്ത്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ BSNLൻ്റെ നെറ്റ്വർക്ക് കുറച്ചുകൂടിയും റിലയബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അവസാനമായിട്ട് വരുന്നത് സെക്യൂരിറ്റിയാണ്. സെക്യൂരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. നെറ്റ്വർക്കിൽ നമുക്ക് സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഇഷ്യൂസ് വരാറുണ്ട്. അതായത് ഇപ്പോൾ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഡാറ്റ ആക്സസ് വരാറുണ്ട്, അതൊരു ഇഷ്യൂ ആണ്. അതേപോലെ നമ്മളുടെ ഡാറ്റ ട്രാൻസ്മിഷൻ മീഡിയം വഴിയൊക്കെ പോകുന്ന സമയത്ത് ചില സമയത്ത് ഡാമേജസ് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ള സെക്യൂരിറ്റി ഇഷ്യൂസൊക്കെ നമുക്ക് ടാക്കിൾ ചെയ്യണമെങ്കിൽ നമ്മളുടെ നെറ്റ്വർക്കിൽ കുറച്ച് സെക്യൂരിറ്റി പോളിസീസും പ്രൊസീജിയേഴ്സൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നെറ്റ്വർക്ക് സെക്യൂർ ആണെന്ന് പറയാൻ പറ്റും. സോ ഇതേപോലെയുള്ള ഇഷ്യൂസൊക്കെ വരികയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഡാറ്റ ഡാമേജ് ഒക്കെ വരികയാണെങ്കിൽ അതിനുള്ള റിക്കവറി മെത്തേഡ്സൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡാറ്റ ലോസ് ഇല്ലാതെ തന്നെ നമുക്ക് ഡാറ്റ ഒരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടൈപ്സ് ഓഫ് കണക്ഷനാണ്. മെയിനായിട്ടും 2 ടൈപ്പ് കണക്ഷൻസാണ് വരുന്നത്. ആദ്യത്തേത് പോയിൻ്റ് ടു പോയിൻ്റ് കണക്ഷനും രണ്ടാമത്തത് മൾട്ടി പോയിൻ്റ് കണക്ഷന്. ഈ 2 കണക്ഷൻസിനെ പറ്റി പറയുന്നതിന് മുന്നേ നമുക്കൊരു ചെറിയ ടെർമിനോളജിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതായത് നെറ്റ്വർക്കിനെ പറ്റി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു,
ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്കിൽ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്കൊരു നെറ്റ്വർക്കായിട്ട് പറയാൻ പറ്റുമെന്ന് ജസ്റ്റ് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇതിൽ ലിങ്കും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്ര ഉള്ളത്, അതൊരു ട്രാൻസ്മിഷൻ മീഡിയ ആണ്. അതായത് നമ്മളുടെ ഡാറ്റ ഒരു ഡിവൈസിൽ നിന്ന് അടുത്ത ഡിവൈസിലേക്ക് പോകുന്ന ആ ഒരു പാത്ത് വേനെയാണ് ഈ ലിങ്കും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ലൈനായിരിക്കും. അതായത് 2 പോയിൻ്റ് അല്ലെങ്കിൽ 2 കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾ തമ്മിൽ അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു ലൈനായിട്ട് വേണമെങ്കിൽ, അല്ലെങ്കിൽ അതിനെ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു ലൈനായിട്ട് വേണമെങ്കിൽ ലിങ്കിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ 2 ഡിവൈസുകൾ മസ്റ്റായിട്ടും ആ സെയിം ലിങ്കിൽ അതേ സമയത്ത് തന്നെ കണക്റ്റഡ് ആയിരിക്കണം. ഇനി നമുക്ക് പോയിൻ്റ് ടു പോയിൻ്റ് കണക്ഷനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു കണക്ഷനിൽ 2 ഡിവൈസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ലിങ്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു ലിങ്കിൻ്റെ എൻ്റയർ കപ്പാസിറ്റി വെച്ചിട്ട് 2 ഡിവൈസുകൾക്ക് ട്രാൻസ്മിഷൻ പോസിബിൾ ആയിരിക്കും. അത് അവർക്ക് വേണ്ടി മാത്രമായിട്ടായിരിക്കും റിസർവ് ചെയ്തിട്ടുണ്ടാവുക. മൂന്നാമത് ഒരു ഡിവൈസിന് ഇതിൻ്റെ അകത്തേക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. ജസ്റ്റ് 2 ഡിവൈസുകൾ തമ്മിൽ പോയിൻ്റ് ടു പോയിൻ്റ് കണക്ഷനിൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കാൻ പറ്റത്തുള്ളൂ. മെയിനായിട്ടും പോയിൻ്റ് ടു പോയിൻ്റ് കണക്ഷൻസ് യൂസ് ചെയ്യുന്നത് ഒരു വയറോ അല്ലെങ്കിൽ കേബിളാണ്. അത് വെച്ചിട്ടാണ് 2 ഡിവൈസുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. അതല്ല എങ്കിൽ നമുക്ക് മൈക്രോവേവ് അതും അല്ലെങ്കിൽ സാറ്റലൈറ്റ് ലിങ്കൊക്കെ വെച്ചിട്ടും ഒരു പോയിൻ്റ് ടു പോയിൻ്റ് കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പോയിൻ്റ് ടു പോയിൻ്റ് കണക്ഷന് പിന്നെ നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് പറയാൻ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ടിവിയുടെ റിമോട്ട് വെച്ചിട്ട് കൺട്രോൾ ചെയ്യുമല്ലോ, അത് ഒരു പോയിൻ്റ് ടു പോയിൻ്റ് കണക്ഷനാണ്. അതായത് അവിടെ കണക്ഷൻ വരുന്നത് നമ്മുടെ ടിവിയുടെ റിമോട്ടും അതേപോലെ ടിവിയുടെ കൺട്രോൾ സിസ്റ്റം തമ്മിലാണ്. അങ്ങനെ പോയിൻ്റ് ടു പോയിൻ്റ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയതുകൊണ്ടാണ് ടിവിയുടെ റിമോട്ട് വെച്ചിട്ട് നമുക്ക് ടി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അടുത്തതായിട്ട് വരുന്നത് മൾട്ടി പോയിൻ്റ് കണക്ഷനാണ്. മൾട്ടി പോയിൻ്റ് കണക്ഷനെ നമുക്ക് വേണമെങ്കിൽ മൾട്ടി ഡ്രോപ്പ് കണക്ഷൻ എന്നുകൂടെ വിളിക്കാൻ പറ്റും. ഈ ഒരു കണക്ഷനിൽ ഒരു സിംഗിൾ ലിങ്ക് വെച്ചിട്ട് നമുക്ക് 2 ഡിവൈസിൽ കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റും. അതാണ് പ്രത്യേകത. പോയിൻ്റ് ടു പോയിൻ്റ് കണക്ഷനിൽ നമുക്ക് 2 ഡിവൈസ് മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. ഇതിൻ്റെ അകത്ത് 2 കൂടുതലുള്ള ഡിവൈസ് കണക്ട് ചെയ്യാൻ പറ്റും. മൾട്ടി പോയിൻ്റ് കണക്ഷനിൽ നമുക്ക് ഒരു ചാനലിൻ്റെ കപ്പാസിറ്റി ഷെയർ ചെയ്യാൻ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ടെമ്പറലി നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും, അതല്ല എങ്കിൽ സ്പാഷ്യലി നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഇതിൽ സ്പാഷ്യലി ഷെയർഡ് കണക്ഷനും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. ഇപ്പം ഒരുപാട് ഡിവൈസുകൾക്ക് ഒരേ സമയം ലിങ്ക് യൂസ് ചെയ്യേണ്ട സാഹചര്യം വരികയാണെങ്കിൽ അവിടെ നമ്മൾ സ്പാഷ്യലി ഷെയർഡ് കണക്ഷനായിരിക്കും യൂസ് ചെയ്യുക. അതേസമയം ഈ കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസുകളിൽ ഒരെണ്ണത്തിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് ലിങ്കിൻ്റെ ഫുൾ യൂട്ടിലൈസേഷൻ വേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ അവിടെ ഓരോ ഡിവൈസിനും ടേൺ ബേസ് ചെയ്തിട്ട്, അതായത് ഊഴം ബേസ് ചെയ്തിട്ട് നമുക്ക് ആ ലിങ്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ അവിടെ ടൈം ഷെയർഡ് കണക്ഷൻ ആയിരിക്കും മൾട്ടി പോയിൻ്റ് കണക്ഷനിൽ എസ്റ്റാബ്ലിഷ് ആവുക.